നീണ്ട ഇടവേളയ്ക്ക് ശേഷം യുഎയിലെ സ്കൂളുകൾ വീണ്ടും റീഓപ്പൺ ചെയ്തതിന്റെ സന്തോഷമാണ് എങ്ങും കാണാൻ പറ്റുന്നത്. 2026 ഏപ്രിൽ 20 ഇന്ന് കുട്ടികൾ വീണ്ടും ഇൻ പേഴ്സൺ ലേണിംഗിൽ ക്ലാസ് റൂമുകളിലേക്ക് മടങ്ങിയെത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്കൂൾ ബസ് സൗകര്യം കഴിഞ്ഞ ദിവസം ഇന്നു മുതൽ ഉണ്ടാകും എന്ന കാര്യം അറിയിച്ചിരുന്നു. അത് കൂടുതൽ ആശ്വാസമാവുകയാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം. കർശനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് കീഴിലാണ് സ്കൂളുകളെല്ലാം റീഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇപ്പോ ഹൈബ്രിഡ് പഠന രീതികളാണ് സ്കൂളുകളോട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്കൂളിൽ എത്താൻ കഴിയാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൺലൈൻ ടീച്ചിങ് കൊടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് നിലവിലുള്ളത്. ഓൺലൈൻ ടീച്ചിങ്ങും അതുപോലെ തന്നെ ഇൻ പേഴ്സൺ ലേണിംഗും ഒരേപോലെ കൊണ്ടുപോകണം എന്നാണ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രക്ഷിതാക്കളെയും കുട്ടികളെയും സംബന്ധിച്ച് അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും കൊടുക്കണം എന്നുള്ള ഒരു കാര്യവും സ്കൂളുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് KHDAയും UAEയുടെ എഡ്യൂക്കേഷണൽ അതോറിറ്റിയും. 10-40 ദിവസത്തെ ഓൺലൈൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസിന് ശേഷമാണ് കുട്ടികൾ സ്കൂളിലേക്ക് നേരിട്ട് മടങ്ങി എത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും എല്ലാവിധത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സും സ്കൂളുകളിലും ഉറപ്പാക്കിയിട്ടുണ്ട് അധികൃതർ. ഇപ്പൊ ഒരു ആദ്യത്തെ ആഴ്ചകളിലൊക്കെ എങ്ങനെയാണ് ഒരു അടിയന്തര ഘട്ടം ഉണ്ടായാൽ കുട്ടികൾ എങ്ങനെ പെരുമാറണം എന്നതടക്കമുള്ള സേഫ്റ്റി ഡ്രിൽസും ഒക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ വെടിനിർത്തൽ അടക്കമുള്ള സാഹചര്യങ്ങളിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നു പോകുന്നത്. എന്നിരുന്നാലും രക്ഷിതാക്കൾ അറിയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾ കുട്ടികളെ പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അലേർട്ടുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വന്നാൽ ഉടൻ തന്നെ നിങ്ങളൊരു കവേർഡ് ഏരിയയിലേക്ക് മാറണം എന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. ഇനി സ്കൂളുകളിൽ എത്തിയതിനു ശേഷമാണ് ഇതുപോലൊരു അലേർട്ട് വരുന്നതെങ്കിൽ സ്കൂളുകളിൽ തന്നെ സേഫ് ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് മാറുക എന്നുള്ളതാണ്. കുട്ടികൾ പുറത്തേക്ക് വരുന്ന സമയമാണ് അലേർട്ടെങ്കിൽ ആ സമയത്ത് കുട്ടികൾ സ്കൂളിനുള്ളിൽ തന്നെ സേഫ് സോണുകളിലേക്ക് മാറുക. ആ സമയത്ത് മാതാപിതാക്കൾക്ക് അവരെ പിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അലേർട്ട് മാറി ഓൾ ക്ലിയർ വന്നതിന് ശേഷം മാത്രമേ കുട്ടികളെ നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും റെഗുലേഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കുകയും കൃത്യമായ UAE അധികൃതരുടെ നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും സ്കൂളുകൾ ഇപ്പോൾ പ്രവർത്തിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും മുഖങ്ങളാണ് എവിടെയും കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഹൈബ്രിഡ് പഠന രീതിയായിരിക്കും ഇപ്പോഴത്തെ അറിയിപ്പ് പ്രകാരം സ്കൂളുകൾ ഫോളോ ചെയ്യുക. ഒരേ സമയത്ത് ഓൺലൈനായിട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലാസ് റൂം എഡ്യൂക്കേഷൻ ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ ജീവിത രീതികൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സമ്മാനിക്കാറുണ്ട് എപ്പോഴും ദുബായ് മുനിസിപ്പാലിറ്റി. ഇപ്പോ വർക്ക് ഫ്രം പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ദുബായ് മുനിസിപ്പാലിറ്റി കൊണ്ടുവന്നിരിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. വർക്ക് ഫ്രം ഹോം അല്ല, വർക്ക് ഫ്രം പാർക്ക്. അതായത് ദുബായിലെ ഏത് പാർക്കിലിരുന്നും നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യമാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഒരുക്കിയിരിക്കുന്നത്. ആധുനിക ജീവിത രീതികൾക്കും തൊഴിൽ ശൈലികൾക്കും അനുയോജ്യമായ രീതിയിൽ UAEയിലെ പാർക്കുകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായ് 2040 പാർക്ക് ആൻഡ് ഗ്രീനറി സ്ട്രാറ്റജിയുടെ ഭാഗമായി പൊതു പാർക്കുകളെ ജോലി ചെയ്യാനും സർഗാത്മകമായി സംവദിക്കാനുള്ള ഇടങ്ങളാക്കി മാറ്റുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടം മെയ് മാസം മുതൽ അൽബർഷ പോൺ പാർക്കിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചില ആളുകൾക്ക് പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അവർക്ക് ഈ പാർക്കുകളിലെത്തി അവിടുത്തെ ആ ഒരു സൗകര്യങ്ങളും പ്രകൃതി രമണീയമായ അന്തരീക്ഷമൊക്കെ പ്രയോജനപ്പെടുത്തി വർക്ക് ചെയ്യാം എന്നാണ് ദുബായ് നഗരസഭ പറയുന്നത്. ഇതിപ്പോ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്നു. അത് വിജയകരമാണെന്ന് കണ്ടാൽ എല്ലാ പാർക്കുകളിലും നമുക്കിരുന്ന് ജോലി ചെയ്യാനുള്ള, പ്രകൃതി ആസ്വദിച്ചുകൊണ്ടുള്ള ജോലി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങും എന്നാണ് ദുബായ് നഗരസഭ പറഞ്ഞിരിക്കുന്നത്. ദുബായ് എമിറേറ്റില് കാൽനട യാത്രക്കാരനായിട്ടുള്ള ചൈനീസ് പൗരന് വാഹനമിടിച്ചു പരിക്കേറ്റ സംഭവത്തിൽ 14കാരൻ അറസ്റ്റിലായ കാര്യമാണ് ഇനി പറയാനുള്ളത്. ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായത്. വീട്ടിന് പുറത്ത് നടക്കാനിറങ്ങിയ ചൈനീസ് റെസിഡന്റ് ആയിട്ടുള്ള ഇയാൾ 1.5 മണിക്കൂറിന് ശേഷം തിരികെ എത്തിയപ്പോൾ അതിഭയങ്കരമായ ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഒക്കെ പ്രകടിപ്പിക്കുകയായിരുന്നു. ഭാര്യയെ കാര്യം അന്വേഷിക്കുമ്പോഴാണ് തന്നെ ഒരു വാഹനം ഇടിച്ച കാര്യം ഇയാൾ പറയുന്നത്. ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയിലാണ് ഒന്നിലധികം സ്ഥലത്ത് ചതവും മുറിവും കണ്ടെത്തി. ഉടൻ തന്നെ ഇവര് പോലീസിന് പരാതി നൽകുകയാണ്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് 14കാരൻ ഓടിച്ച വാഹനം ഇടിച്ചാണ് ഇയാൾക്ക് പരിക്കേറ്റതെന്ന് പോലീസ് കണ്ടെത്തുന്നത്. ടീനേജറിന്റെ പേരിൽ മറ്റ് ക്രിമിനൽ കേസുകളില്ല എങ്കിലും നിയമ നടപടികൾ പൂർത്തിയാക്കാനായി ഇപ്പൊ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. കുട്ടികൾ വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ കൃത്യമായിട്ടുള്ള ശ്രദ്ധ പുലർത്തണം എന്നുള്ള ഒരു നിർദ്ദേശം ദുബായ് പോലീസ് ആവർത്തിച്ച് നൽകുന്നുണ്ട്. വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്നും ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്കൂൾ റീഓപ്പണുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ തികച്ച ലോക്കൽ ആരംഭിച്ചതെങ്കിൽ ഇന്നിപ്പോ ഗ്ലോബൽ വില്ലേജും റീഓപ്പൺ ആകുന്നു ആഴ്ചകൾ നീണ്ട ഇടവേളകൾക്ക് ശേഷം എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടി പങ്കുവയ്ക്കാം. UAEയിലെ ജനജീവിതം സാധാരണ നിലയിലാകുന്നു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണിത്. ദിവസേന വൈകിട്ട് 5 മുതൽ അർദ്ധരാത്രി 12 വരെയാണ്
ഗ്ലോബൽ വില്ലേജിന്റെ ഒരു പ്രവർത്തന സമയം. 30ാം സീസണാണ്. 90ലേറെ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 30ഓളം പവലിയനുകൾ ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട്. 3500ലധികം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ട്. 250ലേറെ റെസ്റ്റോറന്റുകളും സന്ദർശകരെ കാത്തിരിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന സന്ദേശം പങ്കുവെച്ചുകൊണ്ടാണ് ഗ്ലോബൽ വില്ലേജ് ഇന്ന് റീഓപ്പൺ ആവുന്ന കാര്യം ഗ്ലോബൽ വില്ലേജ് അധികൃതർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ UAE ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കാനുള്ള മികച്ച അവസരം വീണ്ടും നിങ്ങളെ തേടിയെത്തുകയാണ് ഇന്നു മുതൽ.